ലീല ടിപ്സ് ആൻഡ് വ്ലോഗ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ സാധനങ്ങളെല്ലാം സ്റ്റോക്ക് ആയിട്ടുണ്ട്. പിന്നെ പാക്കിംഗ് കവറുകളെല്ലാം തീർന്നു. അപ്പം നമുക്ക് തൂക്കുപാലത്തൊക്കെ ഒന്ന് പോയി കുറച്ച് കവറെല്ലാം കൂടെ വാങ്ങിച്ചിട്ട് വരാല്ലേ. പോയേക്കാം. നമ്മുടെ ടിപ്സ് ഒക്കെ പൊട്ടിപ്പോയിരിക്കാൻ ബബിൾ റാപ്പ് വേണം. ബബിൾ റാപ്പ് ചേട്ടാച്ചൻ പുതിയ ഐഡിയ കണ്ടുപിടിച്ചായിരുന്നല്ലോ. മറ്റേ എയർ കയറ്റിയിട്ട്. പക്ഷെ അന്നേരം പാക്കിംഗ് കവറിന്റെ പൈസ കൂടുതലാവും. എങ്ങനെ? കിലോയുടെ അത് വേണ്ടേ? 1 കിലോ 1/2 കിലോ സാധനം വേണേ 1 കിലോയുടെ കവറിനകത്ത് ആക്കേണ്ടി വരും. ബാക്കി എയർ കയറ്റേണ്ടി വരും. അതുകൊണ്ട് നമുക്കെന്നാ തൂക്കുപാലത്ത് പോയി സാധനങ്ങളെല്ലാം വാങ്ങിച്ചിട്ട് വരാം അല്ലേ. പോയേക്കാം. അനിഷ്ക കുമാരി വാ. ഹായ്. ബാ ബാ. മുളക് പൊടിക്കാൻ കൊടുത്തല്ലേ എന്നെ പറഞ്ഞു. തിരിച്ചു വരുമ്പോ തന്നെ ആവുള്ളൂ. പോയിട്ട് വരാം. കേട്ടോ കൂട്ടാർ ഷാപ്പിലത്തെ തിരക്ക് കണ്ടോ? ഞായറാഴ്ച ആയിട്ടാണ് ഇത്രയും തിരക്ക്. ഞായറാഴ്ച ആകുമ്പോഴത്തേക്കിനും തമിഴ്നാട്ടുകാരാ ഇവിടുത്തെ മെയിൻ കസ്റ്റമേഴ്സ് അല്ല. തമിഴ്നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരാൻ എളുപ്പമല്ലേ. അതെ. അപ്പം ഇവിടെ വരുമ്പോഴത്തേക്കിനും പെട്ടെന്ന് ശരിയാ കേട്ടോ. മിക്കവാറും എല്ലാം തമിഴ്നാട് വണ്ടി കിടക്കുന്നത്. പിന്നെ ഇവിടെ ഫുഡ് ഇഷ്ടം പോലെ ഉണ്ട്. ഫുഡ് ഐറ്റംസ് ഫുഡ് കഴിക്കാനാണ് മെയിനായിട്ട് ആൾക്കാർ വരുന്നത്. നമ്മൾ ഇതുവരെ ഇവിടുത്തെ ഷാപ്പിലെ ഫുഡ് കഴിച്ചിട്ടില്ലല്ലോ. കോരത്തോട്ടി പോകുമ്പോ അവിടുത്തെ ഷാപ്പിൽ ഞാൻ കഴിച്ചിട്ടുണ്ട് കേട്ടോ. ആണോ? കുറച്ച് പ്രാവശ്യമൊക്കെ 2-3 പ്രാവശ്യമൊക്കെ ഇവിടുന്ന്. എന്താണ് സ്പെഷ്യൽ? കപ്പ. മെയിനായിട്ട് എല്ലാ ഷാപ്പിലും കപ്പയാണ്. കപ്പ മീൻകറി, എരിവുള്ള മീൻകറി. നമ്മൾ ബാലഗ്രാം എത്തി. ബാലഗ്രാമിൽ നിന്ന് ഇനി നമ്മൾ നേരെ തൂക്കുപാലം. ബാലഗ്രാമാണ് തൂക്കുപാലത്തിനും കൂട്ടാറിനും എല്ലാം തിരിയുന്ന മെയിൻ ജംഗ്ഷൻ. പുളിയമ്പലയിൽ വന്നാലും നെടുങ്കണ്ടത്ത് വന്നാലും എല്ലാം ബാലഗ്രാമിൽ വന്നിട്ടാ തിരിയുന്നത്. ഈ ബാലഗ്രാമിലൊക്കെ ഇപ്പോഴും ഉണ്ടല്ലോ. നമ്മളിവിടെ വന്ന് ബസ്സിൽ ഇറങ്ങി കഴിഞ്ഞാൽ എപ്പോഴും ട്രിപ്പ് ഓട്ടോ ഉണ്ട്. ഓട്ടോ വന്നോണ്ടേ ഇരിക്കും. ഒരു ബസ് കൊണ്ട് നിർത്തുമ്പോഴേ ഓട്ടോ വരും. അത് ഫുള്ളാകുമ്പോഴേ അടുത്ത ഓട്ടോ വരും. ഇവിടുത്തെ ഇവിടെ കൂട്ടായിട്ടുള്ള വണ്ടികളും തൂക്കുപാലത്തുള്ള ഓട്ടോറിക്ഷകളും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം എപ്പോഴും ബസ് ഇല്ലല്ലോ. അതിന് പകരം അവര് ഷട്ടിൽ സർവീസ് വെക്കും. അവർക്ക് ഓട്ടം വേണ്ടേ? അതെ. ബസ്സില്ലെങ്കിലും എപ്പോഴും വണ്ടിയുണ്ട്. തൂക്കുപാലം ചന്തയാടാ. ഇന്ന് ഞായറാഴ്ച ദിവസമാണ് തൂക്കുപാലത്ത് മാർക്കറ്റ് ദിവസം. ബാക്കി സാധനങ്ങൾ കവറൊക്കെ ഉണ്ടാവും. പ്ലാസ്റ്റിക്കിന്റെ ഉണ്ട്. ഞാനിത് നല്ല കളർഫുൾ ആയിട്ടുള്ള പാത്രങ്ങൾ കണ്ടു. എല്ലാം ആയല്ലോ അല്ലേ? അത്യാവശ്യമുള്ള സാധനങ്ങളെല്ലാം ആയിരുന്നു. ഇവിടെ എല്ലാ സാധനവും ഉണ്ട് കേട്ടോ തൂക്കുപാലത്തെ കടയിൽ. എല്ലാ സാധനവും അതുകൊണ്ടെല്ലാം പരിപാടിയാന്ന് തോന്നുന്നല്ലേ അലങ്കരിച്ചിട്ടേക്കുന്നത്. അതെ അതെ. ഉത്സവമായിരിക്കും. അതെ. ഞായറാഴ്ച ദിവസം നല്ല തിരക്കാ തൂക്കുപാലം. ഉച്ച കഴിയുമ്പോഴത്തേക്കിനും തിരക്ക് കൂടും. അതെ. ഇപ്പൊ നല്ല വെയിലായതുകൊണ്ട് തിരക്ക് കുറവാണ്. നമുക്ക് ഇവിടെ നിന്നിട്ട് മീൻ വാങ്ങിച്ചോണ്ട് പോകായിരുന്നു. മീനോ? മീനും വാങ്ങിക്കണം. ചന്തയിലും ഒന്ന് ഇറങ്ങിയിട്ട് പോകായിരുന്നു. ഇറങ്ങണമെങ്കിൽ വണ്ടി ഇറങ്ങണമെങ്കിൽ താഴെ എവിടെയെങ്കിലും ഇട്ടിട്ട് വരണം. പാർക്കാൻ താഴെ ഇടാവോ? നോക്കട്ടെ. ഈ മാർക്കറ്റിനകത്തേ മെയിൻ റോഡിൽ ഇട്ടിട്ട് വരാനാ പാട്. ഇതിന്റെ താഴെ കൂടെ ഒരു വഴിയുണ്ടേ. അതിലെ ഇറങ്ങി വരുവാണെങ്കിൽ നമുക്ക് ഇവിടെ കൊണ്ടിടാം. ഇവിടെ ഇഷ്ടംപോലെ ഇടയുണ്ട്. പാർക്കിംഗ്. ഈ മാർക്കറ്റ് പണി ഒത്തിരി നാളായി ഇത് പണി തുടങ്ങിയിട്ട്. ഇത് പുതിയ കോംപ്ലക്സ് പണിതുകൊണ്ടിരിക്കുന്നുള്ളൂ. ഇതുവരെ തീർന്നില്ല. കടകൾ കുറവാന്ന് തോന്നുന്നു ഇപ്പം കേട്ടോ. ഉച്ച ആയതുകൊണ്ടാന്ന് തോന്നുന്നു തിരക്കൊന്നും ഇല്ലാതെ എല്ലാരും. വൈകുന്നേരം ആകുമ്പോഴത്തേക്കിനും ആളിറങ്ങും. തിരക്കാവും. വെറുതെ ഇരിക്കുന്നു എല്ലാരും. തോന്നുന്നു ആളും കുറവാണ്. മാർക്കറ്റ് വലിയ അധികമായിട്ടില്ലെന്ന് ഉണ്ട്. എന്നാലും കുറച്ച് ആളുകളൊക്കെ വന്നിട്ടുള്ളൂ. ഒത്തിരി കച്ചവടക്കാരൊന്നും ഇല്ല. സവോള എന്നാ വില? അത് പറ. അല്ല അങ്ങനല്ല, വില പറ. എന്നിട്ടില്ല അല്ലേ സന്തോഷിയേട്ടാ? 3 ആ കൂട്ടിക്കോ. എന്നാ പിന്നെ ഇട്. സന്തോഷിയേട്ടാ എന്നാണ് വാർത്തകള്? ഒന്നുമില്ല, സുഖം. രാവിലെ ചാടിയോ? വേറെ എന്നാ പറഞ്ഞു? കൂർക്ക വേണോ? ഇത് നനച്ചു വെച്ചേക്കുന്ന കൂർക്ക നനച്ചു വെച്ചേക്കുവാണോ? ഒന്ന് ക്യാരറ്റ് വേണ്ട. ഇന്ന് തോത്തി തിര കുറവല്ലേ? വെയിലായോണ്ടാന്ന് തോന്നുന്നു. ആളില്ല. അതെ. ഇന്ത്യക്കാരെല്ലാം നാട്ടിലും പോയേക്കാം. എത്രയായി?
അപ്പൊ നമ്മള് സാധനങ്ങളെല്ലാം വാങ്ങിച്ചു കേട്ടോ. കുട്ടി ഷോപ്പിംഗ് ആയി പോയി എന്നല്ലേ. ശരിക്കും പറഞ്ഞുണ്ടല്ലോ, ഈ തൂക്കുപാലം ചന്ത എന്ന് പറഞ്ഞാൽ പണ്ട് തൊട്ട് ഭയങ്കര ഫേമസ് ചന്തയാണ്. എല്ലാം എന്നാ പറയുന്നത്, എല്ലാ സാധനങ്ങളും വലിയ മാർക്കറ്റായിരുന്നു. പക്ഷെ ഇപ്പൊ അതിന്റെ പണി തുടങ്ങിയത് കൊണ്ടാന്ന് തോന്നല്ലേ. കോംപ്ലക്സിന്റെ പണിയെല്ലാം തീരണം. അല്ലെങ്കിൽ നേരത്തെ തൊട്ടേ ഈ ഉണക്കമീനൊക്കെ ആണെങ്കിലും ഇഷ്ടം പോലെ ഉള്ളത്, വിലക്കുറവും അങ്ങനെയൊക്കെ കേട്ടേക്കുന്നത് നമ്മൾ വന്ന ആ സമയത്തൊക്കെ അല്ലേ. ഈ ഹൈറേഞ്ചിലെ ഏറ്റവും പഴയ മാർക്കറ്റുകളിൽ ഒന്നാ തൂക്കുപാലം. പണ്ട് പിന്നെ കാളപ്പുറത്തൊക്കെ കാള വണ്ടിയിലും ഒക്കെ ആയിട്ട് സാധനങ്ങൾ തമിഴ്നാട്ടിൽ നിന്നൊക്കെ കൊണ്ടുവന്ന് ഇവിടുന്നൊക്കെ നാട്ടിൽ നിന്ന് വരുന്ന ആൾക്കാർ ഇവിടുന്ന് ഒത്തിരി സാധനങ്ങൾ വാങ്ങിച്ചോണ്ട് പോകും. എന്നെ രാവിലെ ഇത് ആടിനെ അങ്ങനെയില്ലേ, ആട്, പോത്ത് കുട്ടി, പിന്നെ ക്രാവ്, അങ്ങനെ അതുങ്ങളെയൊക്കെ കൊണ്ടുവന്ന് കച്ചവടം ചെയ്യൂലോ രാവിലെ. അത് വെളുപ്പിനെ വരും, 3:30 ആകുമ്പോ. പണ്ട് ഓർക്കുന്നുണ്ടോ നമ്മള് ക്രഷറിലായിരുന്ന സമയത്ത് വെളുപ്പിനെ വന്ന് ആട്ടിൻകുട്ടിയെ വാങ്ങിക്കാനായിട്ട് അച്ചാച്ചനും ഞാൻ കൂടെ ജീപ്പുമായിട്ട് വന്ന് 2 വാങ്ങിച്ചോണ്ട് വന്നു. എന്നിട്ട് അവര് വലുതായി, അവർക്ക് 2 കുട്ടികൾ വെച്ചുണ്ടായി. മൊത്തം 7 ആട്ടിൻകുട്ടി ഉണ്ടായിരുന്നു നമുക്ക്. പക്ഷെ പുല്ലെല്ലാം കുറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും നമ്മൾ അവരെയൊക്കെ കൊടുത്തു. വേനൽക്കാലം ആകുമ്പോഴത്തേക്കിനും ഒന്നും കിട്ടാനില്ലാതെ വരും. നല്ല രസമായി ഈ ആട്ടിൻകുട്ടിയെ കാണാന്. അവരിങ്ങനെ തുള്ളി കളിച്ച് നടക്കുന്നതൊക്കെ കാണാൻ നല്ല രസമായിരുന്നു. ഓർക്കുന്നുണ്ടോടാ നിങ്ങള്? പിന്നെ 2 വിറ്റ് കഴിഞ്ഞാൽ പിന്നെ എന്നെ ബഹളം. അതെ, എന്നെ കാറിച്ചായിരുന്നു നടക്കുന്നത്. എന്നെ കിട്ടു മിട്ടു നല്ല രസമായിരുന്നു അവരെ കാണാൻ. അതെ, ഇപ്പൊ അവരുടെ മക്കളൊക്കെ ആയി കാണും. നമ്മുടെ മുളക് പൊടിച്ചോന്ന് ചോദിക്കാം, നമുക്ക് മേടിച്ചോണ്ട് പോയേക്കാം. നമ്മള് പരിപാടി സാധനങ്ങളെല്ലാം വാങ്ങിച്ച് പാക്കിങ്ങുള്ള സാധനമൊക്കെ വാങ്ങിച്ചോണ്ട് വന്ന് വീട്ടിൽ തിരിച്ചു വന്നു. ഒരു കാര്യം ചോദിച്ചാൽ മീൻ വെട്ടിയല്ല വാങ്ങിച്ചത്. മീൻ വറുത്ത് ചോറ് തരുവാണ്. ഞാനും കുഞ്ഞുങ്ങളും പോയി ചാച്ചനും അമ്മയൊക്കെ വിളിച്ചോണ്ട് വരും. മീൻ വറക്കാം. ആയിക്കോട്ടെ, പെട്ടെന്നായിക്കോട്ടെ. കിഴങ്ങേറി ഇരിപ്പുണ്ടല്ലോ ചോറിലിട്ട് വെക്കോ. അപ്പോഴേ ഞങ്ങളെന്നാ പോയി ചാച്ചനെ അമ്മയും അമ്മച്ചയൊക്കെ കൂട്ടിക്കൊണ്ടുവരാം. 2 പേരൂടെ പോകുന്ന കൊള്ളാം. ഡീസൻ്റായിട്ട് മര്യാദക്ക് പതുക്കെ പോയി അവരെയും കൂട്ടി വന്നേക്കണം. നിങ്ങളെ 2 കൂടെ ആയതുകൊണ്ട് ഞങ്ങൾക്ക് വിശ്വാസമില്ല. അപ്പൊ ഞങ്ങൾ പോയിട്ട് വരാം. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.